രാഷ്ട്രീയ സ്വാധീനവും അവരെ പണവും ഉപയോഗിച്ച് ഇതൊക്കെ ഒതുക്കും. ഇത്തരം പോലീസുകാർ ക്രിമിനൽ തന്നെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിലെ എങ്ങനെയായാലും ഒരു 15-20% ആൾക്കാർ ഈ പ്രവൃത്തി ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റിന് അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ തന്നെയും സംരക്ഷിക്കാൻ കഴിയില്ല. അതിലവർ രസം കൊള്ളുകയാണ്. ചില സമയത്ത് പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മർദ്ദനങ്ങളും ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും മർദ്ദിക്കുന്നുണ്ടെങ്കിൽ ആ മർദ്ദിച്ചതിന് നിങ്ങളുടെ പേരിൽ അതേ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റിങ്ങാണ്. അതുകൊണ്ട് വലിയ ദൂഷ്യം ആഭ്യന്തര വകുപ്പിനുണ്ടാവും, ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന മന്ത്രിക്കുണ്ടാവും. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. എന്നാൽ ആ ആപ്തവാക്യത്തെ പോലും നാണം കെടുത്തി സേനയിൽ ഒരു വിഭാഗം സ്റ്റേഷനുള്ളിൽ കാണിക്കുന്ന കയ്യൂക്കിൽ നാണം കെട്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുക എന്നതാണ് പോലീസിന്റെ ചുമതല. പ്രതികൾക്കും കസ്റ്റഡിയിലെടുക്കുന്നവർക്കുമെതിരെ ഒരു തരത്തിലുമുള്ള മൂന്നാം മുറയും പാടില്ല എന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിമാരും ആവർത്തിച്ചിട്ടും നിർദ്ദേശങ്ങളും സർക്കുലറുകളും കാറ്റിൽ പറത്തി പോലീസിന്റെ മൂന്നാം മുറ തുടരുകയാണ്. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും പരാതികളും ഒറ്റപ്പെട്ടത് എന്ന വിശേഷണത്തോടെ പ്രതിരോധിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പോലീസിന്റെ ആത്മവിശ്വാസം കെടുത്താനുള്ള ശ്രമമെന്ന് പറഞ്ഞ് വിമർശനങ്ങളെ തള്ളിക്കളയുമ്പോൾ വളമാകുന്നത് സേനയിലെ ക്രിമിനലുകൾക്കാണ്. പോലീസിനെ മാത്രമല്ല, ഒരു സർക്കാരിനെ തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിലൂടെയാണ്. ഒരർത്ഥത്തിൽ സർക്കാരിന്റെ മുഖം കൂടിയാണ് പോലീസ്. പോലീസിന്റെ പ്രാഥമികമായ ജോലി കുറ്റകൃത്യങ്ങൾ തടയുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയുമാണ്. പക്ഷേ അതല്ല ഇപ്പോൾ സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. താങ്കൾക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആയിരിക്കാം. പക്ഷേ അടിക്കടി ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ അങ്ങ് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഈ കാക്കിയിട്ട ക്രിമിനലുകൾക്ക് തടയിടണം. ഇവന്മാരെ സേനയിൽ നിന്ന് പുറത്താക്കുകയും വേണം. പോലീസിലെ ക്രിമിനലുകളെ കുറിച്ചാണ് ഇന്നും ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സർ, സുജിത്തിന്റെ കേസിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ പോലീസിനെതിരെ പരാതി പ്രവാഹമാണ്. പോലീസിൽ നിന്ന് ദുരനുഭവം നേരിട്ടവരെ കുറിച്ച് ഇന്നത്തെ പത്രങ്ങൾ പോലും വലിയ രീതിയിൽ വാർത്തകൾ നൽകിയിട്ടുണ്ട്. സാധാരണക്കാർ മുതൽ രാഷ്ട്രീയ നേതാക്കൾ വരെ, എന്തിനു പറയാൻ മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ പോലും പോലീസിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായിരിക്കുന്നു. ഇതെന്താണ് സാർ? പോലീസോ അതോ ക്രിമിനലുകളോ? പോലീസിൽ ഏകദേശം 10-15% ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്. അത് പല രീതിയിലും പല സമ്മർദ്ദത്തിലും പല തെറ്റായ വഴിക്കും അവർ റിക്രൂട്ട് ചെയ്ത് വന്നവരാണ്. അങ്ങനെയുള്ളവർ ആ ക്രിമിനൽ സ്വഭാവം കാണിച്ചിരും. അതവരുടെ ബേസിക്കായിട്ടുള്ള സ്വഭാവമാണ്. അങ്ങനെയുള്ളവരെ ഈ സേനയിൽ നമുക്ക് നിർത്താൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ളവർ 10-15% ഉണ്ട്. അത് മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനിലെ എങ്ങനെയായാലും ഒരു 15-20% ആൾക്കാർ ഈ പ്രവൃത്തി ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും പൊതുജനങ്ങൾ ആ വേദന അനുഭവിക്കേണ്ടി വരും. അവർ ഒരു കാര്യവുമില്ലാതെ അവർക്ക് പണം വാങ്ങിച്ചും അല്ലാതെയും രാഷ്ട്രീയ ചിന്ത വെച്ചും മതചിന്ത വെച്ചും ഒക്കെ ഈ 15% ആൾക്കാർ പ്രവർത്തിക്കും. അതുകൊണ്ട് അവർ മർദ്ദിക്കുകയും ചെയ്യും. കാരണം അതിലവർ രസം കൊള്ളുകയാണ്. ചില സമയത്ത് പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മർദ്ദനങ്ങളും ഉണ്ട്. അത് ഇപ്പം പീച്ചി സംഭവത്തിൽ നമ്മളത് കണ്ടു. 5 ലക്ഷം രൂപയാണ് ആ SIയും ആ പരാതിക്കാരും കൂടെ വാങ്ങിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ പോലീസിൽ ഇങ്ങനെ മർദ്ദനമേക്കുന്ന അവരെ ഇടികൊണ്ടൊക്കെ മർദ്ദനമേക്കുന്നവർ നിയമപരമായിട്ട് സ്വല്പം സമയമെടുക്കും. നിയമപരമായിട്ട് പോരാടുമ്പം കൃത്യമായിട്ട് അവരെ ഒന്നെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടും, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കും. അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടി, 2 രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി എടുക്കാൻ സാധിക്കും. ഒന്ന്, DGPക്കോ മുഖ്യമന്ത്രിക്കോ പരാതി കൊടുത്താൽ ആ പരാതിയുടെ പേരിൽ ഒരു അന്വേഷണം, ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും. അതിൻ്റെ പുറത്ത് ഒരു കുറ്റാരോപണ മെമ്മോ ആ പോലീസുകാർക്ക് അവിടുത്തെ കൺസേൺഡ് SPയോ അവിടുത്തെ DIGയോ കൊടുക്കും. അതിൻ്റെ പേരിൽ നമ്മുടെ ഭാഗം സാക്ഷികളെ വിസ്തരിച്ച് ഒരു DYSPയോ അല്ലെങ്കിൽ ഒരു എൻക്വയറി ഓഫീസർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി നടത്തും. പലപ്പോഴും ആ എൻക്വയറി ഓഫീസറെ സ്വാധീനിക്കും. ഇവർക്ക് പരിചയം അടുപ്പമുള്ള ഒരു ഓഫീസർ തന്നെ ആയിരിക്കും. എങ്കിലും സാക്ഷികൾ കൃത്യമായിട്ട് മൊഴി പറഞ്ഞാൽ അത് അങ്ങനെ കുറേ സ്വാധീനിച്ചാൽ തന്നെയും അത് മേലുദ്യോഗസ്ഥന്മാർ പണിഷ് ചെയ്യും. അതിന് അപ്പീൽ കൊടുക്കും. അതിൽ നല്ലൊരു ഉദ്യോഗസ്ഥനാണ് IPS ഓഫീസറെങ്കിൽ അയാൾ അത് മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മേജർ പെനാൽറ്റി അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എന്നൊരു പുസ്തകമുണ്ട്. അതനുസരിച്ച് ഡിസിപ്ലിനറി നടപടിയെടുക്കും.
അങ്ങനെ എടുത്താൽ അവരെ സർവീസിന് 2 ഇൻക്രിമെൻറ്റ് 3 ഇൻക്രിമെൻ്റ് ഒക്കെ കൊടുക്കും. സ്റ്റേജ് റിഡക്ഷൻ നടത്തും. അവരുടെ റാങ്ക് ഇപ്പോൾ ഗ്രേഡ് CPI ആണെങ്കിൽ അയാളെ CPI ആയിട്ട് കൺവേർട്ട് ചെയ്യും. SI ബേസിക്കായിട്ട് SI ഒരു CA ആയിട്ടുണ്ട്, CA SI ആയിട്ട് റിവേർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പോലീസിലുണ്ട്. അതുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കണം, അതിന് കുറേ താമസിക്കും നീതി കിട്ടാനായിട്ട്. എങ്കിലും അതിൻ്റെ പുറകെ നിന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സുജിത്തിനെ പോലീസ് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും പോലീസിനെതിരെ വലിയ ജനരോഷമുണ്ടാകുകയും ചെയ്തതോടെ പോലീസിന്റെ ക്രൂരകൃത്യത്തിന് ഇരയായവർക്ക് പരാതി നൽകാൻ ധൈര്യമായിട്ടില്ലേ? കൂടുതൽ പരാതികൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കൂടുതൽ പരാതികൾ വരും. ഒന്നിന് പുറകെ ഒന്നായിട്ട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. CCTV ദൃശ്യത്തിൽ കൂടെ നമ്മൾ പോലീസിൻ്റെ ചില ആൾക്കാരുടെ ക്രൂര മനോഭാവം, അവിടുത്തെ ഒരു SI 4 പോലീസുകാരുമാണ് അത് ചെയ്തത്. അവരുടെ അതിക്രൂരമായ ആ മനുഷ്യവേട്ട കണ്ടിട്ട് നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ചു, നമ്മളെല്ലാവരും സങ്കടപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അമ്മമാരും പ്രായമുള്ളവരെല്ലാം ഇത് കണ്ടിട്ട് അവർക്ക് മനോവേദന ഉണ്ടായി ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഗവൺമെൻറ്റിന് അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ തന്നെയും സംരക്ഷിക്കാൻ കഴിയില്ല. കൃത്യമായ നടപടികളുണ്ടാവും. ധാരാളം പരാതികൾ വരും. ഇപ്പം തന്നെ അവിടുത്തെ CCTV ദൃശ്യത്തിന് പുറമെ KP ഔസഫ് എന്ന ഹോട്ടൽ ഉടമസ്ഥ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ CCTV ദൃശ്യത്തിൽ കണ്ടു. ആ SIക്കെതിരായിട്ടും ഇതുപോലുള്ള നടപടി തീർച്ചയായിട്ടും ഒന്നിന് പുറകെ വരും. അപ്പോൾ അയാളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു 10-15% ആൾക്കാരെ കേരള പോലീസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഗവൺമെൻറ് ഇങ്ങനെ കാണിക്കുന്നവരുടെ പേരിലെടുത്ത് അത് വളരെയധികം ഗുണം പോലീസിനെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരള പോലീസിലുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ്. മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കുന്നവരാരും മനസ്സിലാക്കുന്നവരാണ്. അവരാരും ഇതുപോലുള്ള മർദ്ദനത്തിന് കൂട്ടു നിൽക്കില്ല. ചില ആൾക്കാർ മാത്രം മറ്റ് ചില താല്പര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ മർദ്ദിക്കുന്നത് നമുക്ക് കാണാം. അത് കൃത്യമായ നിയമപരമായ നീക്കം നടത്തിയാൽ ഇവരെ നമുക്ക് വീഴിക്കാം, അവരെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടാനും സാധിക്കും. സ്ഥലം മാറ്റവും സസ്പെൻഷനും ഉൾപ്പെടെയുള്ള താരതമ്യേന ചെറിയ അച്ചടക്ക നടപടികളിൽ ഏത് കേസും ഒതുക്കപ്പെടുമെന്ന വിശ്വാസമാണോ ഇത്തരം പോലീസുകാർക്ക് വീണ്ടും വീണ്ടും സാധാരണക്കാരൻ്റെ മേൽ കൈവയ്ക്കാൻ ധൈര്യമാകുന്നത്? ശരിയാണത്. കാരണം ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. അവർ ചില പാർട്ടി നേതാക്കൾ സംസ്ഥാനത്തെ ജില്ലകളിലെ അവരെ പോസ്റ്റ് ചെയ്ത് അല്ലെ പോസ്റ്റിങ്ങിൽ അഭിപ്രായം ചോദിക്കാൻ തീർച്ചയായിട്ടും പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അറിയാതെ ഒരാൾക്കൊരു പോസ്റ്റിംഗ് ഇപ്പം ലോക്കൽ പോലീസിൽ ഒരു ജില്ലയിൽ കിട്ടില്ല. അവിടുത്തെ SP-മാരെ നിശ്ചയിക്കുന്നതൊക്കെ ജില്ലാ നേതൃത്വമാണ്. അവരുടെ ഒരു കൺസെൻറ്റ് വാങ്ങിക്കും. അത് രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റിംഗാണ്. അതുകൊണ്ട് വലിയ ദൂഷ്യം ആഭ്യന്തര വകുപ്പിനുണ്ടാവും, ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന മന്ത്രിക്കുണ്ടാവും. കേരളത്തിലെ ഇപ്പം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രവർത്തനം മൂലം ആ പാർട്ടിയുടെയും ആ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയ സ്വാധീനവും അവർ പണവും ഉപയോഗിച്ച് ഇതൊക്കെ ഒതുക്കും. അവർ പലരെ കൊണ്ട് മേലുദ്യോഗസ്ഥന്മാരെ പണിഷ് ചെയ്യാൻ പോകുന്നവരെ സമീപിച്ചിട്ട് ഇവരുടെ പണിഷ്മെൻറ്റ് കുറയ്ക്കും. 2 ഇൻക്രിമെൻറ്റ് 3 ഇൻക്രിമെൻറ്റൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാധാരണഗതിയിൽ ഒരു മൈനർ പണിഷ്മെൻറ്റായിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറിക്ക് മേജർ പണിഷ്മെൻ്റ് ഉണ്ട്. ഇവരെ കമ്പൽസറി റിട്ടയർമെൻറ്റ് റെക്കമെൻഡ് ചെയ്യാം, ഇവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള നടപടികൾ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിനകത്തുണ്ട്. പക്ഷേ അത് സാധാരണഗതിയിൽ മേലുദ്യോഗസ്ഥന്മാർ സ്വാധീനം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും അത് ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, ഈ സുജിത്തിൻ്റെ കേസിനകത്ത് 2 ഇൻക്രിമെൻ്റാണ് ആ 5 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അവർ പെനാൽറ്റി ആയിട്ട് കൊടുത്തത്. അതിന് പകരം അവിടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് അവരെ പിരിച്ചുവിടാം. ഇത്തരം ക്രൂരകൃത്യം CCTV ദൃശ്യത്തിൽ കണ്ട ആ എൻക്വയറി ഓഫീസർ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുകയും ആ ഡിസിപ്ലിനറി അതോറിറ്റി അതിൻ്റെ SP-യോ DIG-യോ പണിഷ് ചെയ്തവർ ഇയാളെ പിരിച്ചുവിടുന്നതിനുള്ള തീരുമാനം എടുക്കാം. അതിന് തുനിയണം. എങ്കിൽ മാത്രമേ പോലീസിലെ ഈ മനുഷ്യവേട്ട അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതേസമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ആരെങ്കിലും മർദ്ദിക്കുന്നുണ്ടെങ്കിൽ ആ മർദ്ദിച്ചതിന് നിങ്ങളുടെ പേരിൽ അതേ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അതനുസരിച്ച് നീങ്ങണം ജനങ്ങൾ. എങ്കിൽ മാത്രമേ നമുക്ക് നീതിയിലേക്കുള്ളൂ. കാരണം ഭീകരമായ മർദ്ദനം അനുഭവിച്ച ധാരാളം പേരുണ്ട്. അവരെല്ലാവരും തീർച്ചയായിട്ടും അത് എത്ര താമസിച്ചാലും എപ്പം വേണേലും നിങ്ങൾക്ക് അതിന് പല രീതിയിലുള്ള നിയമ നടപടിക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് മനുഷ്യാവകാശ ലംഘനം ഉണ്ടായെന്നോ അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ നിങ്ങൾ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടാവും,
മേലുദ്യോഗസ്ഥന്മാരടുത്ത് മുഖ്യമന്ത്രിക്ക് പറയാം. അതുകൊണ്ടൊന്നും ഒരു ശാശ്വതമായ ഒരു പണിഷ്മെൻറ്റ് അവർക്ക് കിട്ടില്ല. അതിന് പകരം അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിങ്ങളെ മർദ്ദിച്ച SIO CIO ആരോ ആയിക്കോട്ടെ, ആ പോലീസുകാരുടെ പേര് വെച്ച് അതേ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. നടപടി എടുത്തില്ലെങ്കിൽ അവിടുത്തെ SPയെ, DYSPക്ക് എന്നും കാണേണ്ട ആവശ്യമില്ല, SPയെ തന്നെ കാണണം, അവിടെയും പരാതി കൊടുക്കണം. അവിടെ നടത്തിയില്ലെങ്കിൽ നേരെ ഇവർക്കെതിരായിട്ട് കോടതിയിൽ പരാതി കൊടുത്താൽ അവിടെ സ്വീകരിക്കും, അവിടെ ട്രയൽ നടത്തി ഇവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഈ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിനെതിരെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും പരസ്യമായി രംഗത്തെത്തിയതോടെ വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉന്നതതല യോഗം വിളിച്ചതുകൊണ്ട് കാര്യമായോ? മാതൃകാപരമായ ശിക്ഷാ നടപടി എടുത്താലല്ലേ ഈ പോലീസുകാർക്കൊക്കെ ഒരു പേടി ഉണ്ടാവുകയുള്ളൂ? അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവർക്ക് ഒരു സ്വതന്ത്രമായ ഒരു പണിഷ്മെൻറ്റ് ഇവർക്ക് സ്വതന്ത്രമായ തീരുമാനം എടുക്കാനുള്ള അവകാശം കൊടുക്കണം. കാരണം പല IPS ഉദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥന്മാർ, ജില്ലയ്ക്ക് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അതാത് ഭരണത്തിൽ വരുന്ന സർക്കാരിന് വിധേയത്വത്തോടെ നിൽക്കുകയുള്ളൂ കുറേയൊക്കെ. അപ്പോൾ അവർക്ക് ഇതുപോലെ കാണിക്കുന്ന പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്നവരും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന് അപമാനം സൃഷ്ടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവർക്കെതിരായിട്ട് കർശന നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ ജില്ലാ നേതൃത്വത്തിലുള്ള SPമാർ അല്ലെങ്കിൽ DIGമാർ അല്ലെന്നുണ്ടെങ്കിൽ ADGPമാർ അവരാണ് ഡിസിപ്ലിനറി അതോറിറ്റി. ഈ താഴെക്കടയിൽ എൻക്വയറി റിപ്പോർട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കിയിട്ട് പണിഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പണിഷ് ചെയ്യാം, റിമൂവ് ചെയ്യാം അവർക്ക്. അപ്പോൾ ക്രിമിനൽ കേസ് വ്യത്യാസമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീങ്ങുക, ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്താൽ ഇവരെ ഡിപ്പാർട്ട്മെൻറ്റ് ശിക്ഷിക്കുന്ന കാര്യമാണ്. ഞാൻ ഇൻക്രിമെൻറ്റ് ബാർ നടത്തുന്നതും അതുപോലെ തന്നെ അവരെ റാങ്ക് ചെയ്ത് പിരിച്ചുവിടുന്നതും അവരെ റാങ്കിൽ നിന്ന് റിവേർട്ട് ചെയ്യുന്നതും ഒക്കെ നടപടിയിലുണ്ട്. അതൊന്നും ആരും ഇപ്പം മേലുദ്യോഗസ്ഥന്മാർ ചെയ്യാറില്ല. രാഷ്ട്രീയമായ സമ്മർദ്ദനം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ അവരുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് അവർക്ക് മേജർ പണിഷ്മെൻറ്റ് കിട്ടാതെ പോകുന്നത്. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും പരാതികളും ഒറ്റപ്പെട്ടത് എന്ന വിശേഷണത്തോടെ പ്രതിരോധിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പലപ്പോഴും ശ്രമിക്കാറുള്ളത്. പോലീസിന്റെ ആത്മവിശ്വാസം കെടുത്താനുള്ള ശ്രമമെന്ന് പറഞ്ഞ് വിമർശനങ്ങളെ തള്ളിക്കളയുന്നു. ശരിക്കും മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടേ ഈ ഒരു വിഷയത്തിൽ? പോലീസിന് ചെറിയൊരു വാണിംഗെങ്കിലും വേണ്ടേ? മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം DGP കൂടി ഉണ്ടല്ലോ, ADGPമാരുണ്ടല്ലോ, ഡിസിപ്ലിനറി അതോറിറ്റി അവരല്ലേ, അവരൊക്കെയല്ലേ ഇത് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി നേരിട്ട് ഒരു കാര്യത്തിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി അല്ല, SP, DIG, ADGP, DGP ഇവരെ കടന്നിട്ട് മുഖ്യമന്ത്രി ചെയ്താൽ മതി. കാരണം അതിനകത്ത് ഏതെങ്കിലും പാകപ്പഴം ഈ DGP വരെയുള്ളവർ പണിഷ്മെൻറ്റ് കാര്യത്തിൽ ഇതുപോലുള്ള സംഭവത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഓഫീസിൽ പ്രത്യേക സെല്ല് വേണം. ഇങ്ങനെയുള്ള പരാതികൾ കൃത്യമായി നടപടിയെടുക്കാൻ അവിടുന്ന് ഡയറക്ഷൻ വരണം. അപ്പോൾ ഇങ്ങനെയുള്ള പുഴുക്കുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് കളയാൻ പറ്റും. അത് നല്ല കാര്യമാണ്. പോലീസിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമല്ല, ആത്മവിശ്വാസം കൂട്ടുകയുള്ളൂ. മറ്റുള്ള നന്നായിട്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവും ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നവരെയൊക്കെ സർവീസിൽ നിന്ന് കളയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വാരാപ്പുഴ കസ്റ്റഡി മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ വിമർശനത്തെ തുടർന്നാണ് 2018 സംസ്ഥാനത്തെ 471 പോലീസ് സ്റ്റേഷനുകളും ലോക്കപ്പുകളും 24 മണിക്കൂർ CCTV നിരീക്ഷണത്തിലാക്കിയത്. പക്ഷേ അപ്പോഴും കൈത്തരിപ്പ് അവസാനിപ്പിക്കാൻ ഒരു വിഭാഗം പോലീസുകാർ തയ്യാറായിട്ടില്ല. ഇടിക്കാനായി അവർ വേറെ സ്ഥലം മാറ്റിവെക്കുന്നു. ഇത്തരം പോലീസുകാർ ശരിക്കും ക്രിമിനലുകളല്ലേ? ഇത്തരം പോലീസുകാർ ക്രിമിനൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10-15% ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്. അത് മാറില്ല. അത് ഏത് പൊസിഷൻ അവർ പ്രൊമോഷൻ കിട്ടി മുന്നോട്ട് വന്നാലും ശരി, അവരുടെ ചിന്ത സത്യത്തിന് അതീതം ആയിട്ട് പോകില്ല. കാരണം അവർ സത്യവും നീതിയും അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. മേലുദ്യോഗസ്ഥനാകും തോറും മുകളിലോട്ട് വരുമ്പം വളഞ്ഞ വഴിയിൽ കൂടെ പലരും അവരെ സ്വാധീനിക്കും. അവർക്ക് ആ സ്വാധീനത്തിന് വിധേയമാകും. അങ്ങനെയാണ് അവർ പോലീസിനെ അപമതിപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എത്ര നടപടി എടുത്താലും നല്ലത് പുഴുക്കത്തുള്ളവർ സർവീസിൽ നിന്ന് പോകട്ടെ. അത് മറ്റുള്ളവർക്ക്, സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, കൈക്കൂലി വാങ്ങാത്തവർക്കും അതൊരു പ്രചോദനമാകും. രണ്ടാമത് പൊതുജനങ്ങൾക്ക് ഇതുപോലെയുള്ള പീഡനം സഹിക്കേണ്ടി വരികയുമില്ല.